അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എങ്ങനെ ഒരു മുസൽമാൻ എന്ന നിലയിൽ നമുക്ക് നല്ലൊരു വ്യക്തിയായിട്ട് മാറാം എന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ പങ്കുവെക്കുന്നത്. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേ കണക്റ്റഡ് ടു അള്ളാഹുമായി നമ്മൾ നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുക. അള്ളാഹുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്ന് വെച്ചാൽ ധാരാളമായി നമസ്കരിക്കുക എന്നത് മാത്രമല്ല. എന്താണോ നന്മകൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ചെയ്യുക. അത് അള്ളാഹുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഹെൽത്തി ബൗണ്ടറീസ് നമ്മൾ സൂക്ഷിക്കണം. അതായത് ആരോഗ്യകരമായ അതിർത്തികൾ, അതായത് മോശപ്പെട്ട മനുഷ്യരോട് കൂട്ടുകൂടാതിരിക്കുക, നമ്മുടെ മതത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ആളുകളോട് കൂട്ടുകൂടാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യേണ്ടടാ, ഇപ്പോൾ ആ നന്മ ചെയ്യേണ്ടടാ, നമുക്ക് പിന്നെ ചെയ്യാമെന്ന് പറയുന്ന നമസ്കാരത്തിൽ നിന്നും നോമ്പിൽ നിന്നൊക്കെ പിൻവലിക്കുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കി വിടുക. അതുപോലെ തന്നെ പ്രയർ ആൻഡ് ദുവ, അതായത് പ്രാർത്ഥനകൾ എപ്പോഴും വേണം. നമുക്ക് എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾക്ക് നടക്കൂല എന്ന് തോന്നുന്ന കാര്യവും നമ്മളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആരാധനയുടെ കാര്യത്തിൽ മുടക്കം വരുത്താതെയിരിക്കുക. അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടേയിരിക്കുക. ആരാധനയുടെ കാര്യത്തിൽ നമ്മൾ മുടക്കം വരുത്തിയാൽ നമ്മുടെ ജീവിതം തീർന്നു. 5 നേരം നമസ്കരിക്കുക എന്നുള്ള ആരാധനയുടെ കാര്യം നമുക്ക് എപ്പോഴും ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, ഏത് തിരക്കിലാണെങ്കിലും. അതുപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് ഡെവലപ്പ് ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇസ്ലാം മത വിശ്വാസി, അവൻ്റെ കർമ്മങ്ങളനുസരിച്ച് ജീവിച്ചാൽ തന്നെ അവൻ്റെത് ഹെൽത്തി ലൈഫ് സ്റ്റൈലായി. 5 നേരം നമസ്കരിക്കുമ്പോൾ നമ്മൾ മുഖം കഴുകുന്നുണ്ട്, വുളു എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുഞ്ചിരിക്കുക, അത് സദഖയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലായി. പിന്നെ മിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, പ്രവാചകൻ പറഞ്ഞതുപോലെ 1/3 ഭാഗമായിട്ട് ഭക്ഷണം കഴിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ അറിയാനുള്ള ആഗ്രഹം, അതായത് ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുക. നമ്മൾ എത്ര പഠിച്ചു, നമ്മൾ എത്ര ദർസിൽ പോയി, എത്ര സ്കൂളിൽ പോയി, എത്ര കാര്യങ്ങൾ ചെയ്താലും നമ്മൾ സ്റ്റുഡൻ്റായിട്ട് നമ്മൾ മനസ്സിൽ എപ്പോഴും സങ്കല്പിക്കുക. അതായത് പ്രവാചകൻ പറഞ്ഞതുപോലെ നമ്മൾ ചൈനയിലേക്ക് പോയിട്ടായാലും ശരി, നമ്മൾ അറിവുകൾ കണ്ടെത്തണം. അതായത് പണ്ട് മരുഭൂമിയിൽ നിന്ന് ചൈനയിലേക്ക് നല്ല ദൂരമുണ്ട്. അതാണ് അത്ര ദൂരം പോകേണ്ടി വന്നാലും നമ്മൾ അറിവുകളുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് ഇന്ന് പഠിച്ചത്. ഇനി നാളെ കാണാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.